ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സച്ചിനെ ജയിലിൽ നിന്നൊക്കെ ഇറക്കി പോകുന്ന എപ്പിസോഡാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് സച്ചിനെ കൊണ്ടുപോയി സച്ചി ആൻ്റണിയായിട്ട് വഴക്കുണ്ടാകുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, ശ്രീകാന്തിനോട് വിളിച്ചിട്ട് പോടുമെന്ന് പറയുന്നത്. പോണ പോക്കിൽ സച്ചി ആൻ്റണിയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, എടാ നീ എൻ്റെ ജീവനെയാണ് ഇല്ലാതാക്കാൻ പോയത്. നോക്കിക്കോ, എൻ്റെ ജീവനുള്ളിടത്തോളം കാലം നിന്നോടുള്ള പക എൻ്റെ മനസ്സിലുണ്ടാവും. നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വായോ, നമുക്ക് പുറത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി പോവാണ്. സച്ചി പോയിട്ട് ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ ശ്രുതിയും നമ്മളുടെ സംസാരമാണ്. ശ്രുതിക്ക് സന്തോഷം അടക്കമായ. ശ്രുതി പറയണം, ഇന്നത്തെ കാലത്ത് എന്ത് ക്രിമിനൽ കേസ് ചെയ്താലും പുറത്ത് വിടാത്തവരെയാണ്. ഇപ്പോൾ പെണ്ണ് കേസിൽ ഒട്ടും ജാമ്യം കിട്ടില്ല. കാണാം എങ്ങനെ സച്ചിനെ ഇറക്കി കൊണ്ടുവരണമെന്നൊന്ന് കാണണം. പേര് കേട്ട വക്കീലന്മാർ വിചാരിച്ചിട്ട് നടക്കണില്ല. പിന്നെയാണ് ഇപ്പോൾ ഈ അച്ചമ്മ എന്ന് പറയണ ശ്രുതിയും കൂടിയിട്ട് അവരുടെ മനസ്സിലേക്ക് സന്തോഷമാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ശ്രുതിയുടെയും സംസാരം കേട്ട് വന്ന രവീന്ദ്രൻ അവർ വഴക്ക് പറയുകയാണ്. കാരണം രവീന്ദ്രൻ പറയാണ്, നീ ഒരു ആപത്തിൽ പെട്ടപ്പോൾ നിന്നെ സഹായിക്കാൻ സച്ചി ഉണ്ടായിരുന്നുള്ളൂ. അവനൊരു ആപത്ത് വന്നപ്പോൾ നിങ്ങളിവിടെ ഇരുന്ന് സന്തോഷിക്കാനുള്ള എങ്ങനെ കഴിയുന്നൂടെ നിനക്കിതിനെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, ശരിയാ, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത്? ശ്രുതി പോട്ടെ, നിങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പല്ലേ സച്ചിയേട്ടൻ, നിങ്ങൾക്ക് എങ്ങനെ പെരുമാറാൻ മനസ്സ് വരുന്നു എന്ന് ചോദിക്കുകയാണ് ശ്രുതിയോട് രേവതി. അപ്പോൾ അവർ വന്നിട്ട് ശ്രുതി കൂടി വന്നിട്ട് പറയാം, അവൻ ഞങ്ങളോട് ചെയ്തൊന്നും ഞങ്ങൾ മറന്നിട്ടില്ലേടാ. അവനെപ്പോലെ നല്ലൊരു മനുഷ്യനെ, നല്ല മനസ്സുള്ള ഒരാളെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ പറയാൻ രവീന്ദ്രൻ. ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛമ്മയും ശ്രീകാന്തും വർഷയും കൂടി വരുന്നു. ദേ അമ്മ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാണ്, അമ്മ വന്നല്ലോ. അമ്മേ, സച്ചി എവിടെ അമ്മേ? സച്ചിക്ക് ജാമ്യം കിട്ടിയില്ല. അമ്മ സച്ചിയെ കൊണ്ടുവരാനല്ലേ പോയത്, അവൻ എവിടെയെന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ ആകാംക്ഷയോട് കൂടി നോക്കണുണ്ട് കേട്ടോ, സച്ചിയേട്ടൻ വന്നിട്ടില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവുള്ള മുഖത്ത്. അപ്പോൾ അച്ഛമ്മ പറയും, ആര് പറഞ്ഞു ഞാൻ അവന് ജാമ്യത്തിൽ ഇറക്കാൻ പോയതാണ്? ഞാൻ അവനെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുവരാനാണ് പോയത്, അല്ലാണ്ട് ജാമ്യത്തിൽ ഇറക്കാനല്ല എന്ന് പറയും അച്ഛമ്മ. എന്നിട്ട് അവന് ജാമ്യം കിട്ടിയില്ലേ, എന്നിട്ട് അവന് വിട്ടില്ലേ അമ്മയെന്നൊക്കെ ചോദിക്കും രവീന്ദ്രൻ. അപ്പോൾ ശ്രുതിയും പൊരിഞ്ഞ ചിരിയാട്ടോ, കാരണം സച്ചിനെ കാണാണ്ടായപ്പോൾ അവർ വിചാരിച്ചു. അങ്ങനെ ശ്രുതിയുടെയും സന്തോഷത്തിനെ തല്ലിക്കെടുത്തിക്കൊണ്ട് ആ ഒരു സിനിമ സ്റ്റൈലിൽ ഒരു അച്ഛമ്മയുടെ അച്ഛമ്മയുടെ ഒരു പറച്ചിലുണ്ട്, കയറി വാടാ മോനേന്ന്. അപ്പം നോക്കണ രവീന്ദ്രൻ കാണണത് സച്ചി ഗേറ്റ് പിടിച്ച് നിൽക്കണതാണ്. സച്ചി വന്നിട്ട് ഗേറ്റ് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ആ കാണുന്ന രേവതിയുടെ മുഖത്തിലത്തെ സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ. അത്രയും സന്തോഷത്തിലാണ് രേവതി ഇരിക്കുന്നത്. അങ്ങനെ സച്ചിനെ അച്ഛമ്മ വളരെ സാഹസികമായി ജയിലിൽ നിന്ന് പോലീസ് ലോക്കപ്പിൽ നിന്ന് കൊണ്ടുവന്നേക്കാണ്. സച്ചിയെ കാണുന്ന രവീന്ദ്രൻ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ച് വിതുമ്പിയിട്ട് പറയണം, സച്ചി കരയണം. അപ്പോൾ പറയണ രവീന്ദ്രൻ, മോനെ കയറിപ്പോന്ന് പറയണം. അപ്പോൾ സിറ്റ് ഔട്ടിൽ രേവതി ഇരിക്കുന്നുണ്ടല്ലോ. സച്ചി വന്നിട്ട് രേവതിയുടെ അടുത്ത് വന്ന് രേവതിയുടെ കൈ പിടിക്കുമ്പോൾ രേവതി പറയണം, സച്ചിയേട്ടാ ഞാൻ വല്ലാണ്ട് പേടിച്ച് പോയി, ഇനി സച്ചിയേട്ടാ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകണ്ട കേട്ടോ, എനിക്ക് ഭയങ്കര പേടിയാണ് സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് രേവതി കരയാണ്. അപ്പോൾ സച്ചി പറയും, ഞാനിങ്ങ് വന്നില്ലേ രേവതി, പിന്നെ എന്തിനാ വെറുതെ വിഷമിക്കണേ എന്ന് പറയും. എനിക്കറിയാം സച്ചിയേട്ടാ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, എന്തിനാ രേവതി അടുത്ത് ഇനി വിഷമിക്കണേ, സച്ചിയേട്ടൻ ഇങ്ങോട്ട് വന്നില്ലേ, ഇനി സന്തോഷിക്കുകയെന്ന് പറയണം. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറയണ, ശ്രുതിയോട് ഇപ്പം എങ്ങനെയുണ്ടാ, നിനക്ക് മനസ്സിലായില്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ വിശ്വാസമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഇവർ പറഞ്ഞിട്ടുണ്ടാവില്ലേ സച്ചിയേട്ടൻ പുറത്തിറങ്ങില്ല ജയിലിൽ പോകുന്ന ഇവർ പറഞ്ഞിട്ടുണ്ടാവില്ലേ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയണം, അതേ പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രുതി പറയും, എന്തിനിപ്പോൾ വളഞ്ഞു കെട്ടി വന്ന് ഞങ്ങളുടെ മേത്തേക്ക് കയറാൻ നിൽക്കണേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ ശ്രുതി, നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത്, അതിനുള്ള മറുപടി പറഞ്ഞതാന്ന് പറയണം. അപ്പോൾ അച്ഛമ്മയോട് രവീന്ദ്രൻ പറയും, എന്തായാലും അമ്മേ സച്ചിയുടെ നിരപരാധിത്വം തെളിയിച്ചു ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയി അവളെ കണ്ട്, അവൾക്ക് ഒരു പരിക്കില്ല, സച്ചി അവളെ തൊട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവളെയും കൊണ്ട് സ്റ്റേഷനിൽ പോയി, അവൾ തന്നെ പറഞ്ഞു കള്ളപ്പരാതിയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സച്ചിനെ രക്ഷിച്ചിട്ട് വന്നേക്കണത്. അവൻ്റെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിച്ചു രവി എന്ന് പറയാണ് അമ്മ. വർഷ പറയാണ്, ഇപ്പം എന്തായി, ആ വലിയൊരു ക്രിമിനൽ അകത്തായി, സച്ചിയേട്ടൻ പുറത്തുമായി എന്ന് പറയാണ് വർഷ. അപ്പോൾ അച്ഛമ്മ പറയാണ് രേവതിയോട്, എന്തായിരുന്നു ഇവിടെ കരച്ചിലും ബഹളും, എന്തെങ്കിലും ഒരു സമാധാനം തന്നുണ്ടോ നീ ഞങ്ങൾക്ക്? ഇപ്പോൾ സന്തോഷമായില്ലേ നിനക്ക്? ഇനി എല്ലാവരും വന്ന കാലിൽ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ രവീന്ദ്രൻ പുറത്ത് നിൽക്കുകയാണ് ആലോചിച്ചിട്ട്. അപ്പോൾ അച്ഛമ്മ അടുത്ത് ചെന്നിട്ട് ചോദിക്കുക, എന്താടാ രവി നീ ഇത്ര ആലോചിക്കുന്നത്, നീ അത് വിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ രവീന്ദ്രൻ പറയണം, അല്ലമ്മേ പണ്ടത്തെ പോലെ മനസ്സിന് ബലമൊന്നും ഇല്ല ഇപ്പോൾ. മക്കളേനെ അമ്മയ്ക്ക് അറിയാലോ, അമ്മ ചന്ദ്രയും മക്കളൊക്കെ എന്നെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ മക്കളേനെ വളർത്തുമ്പോൾ മക്കൾക്ക് സ്നേഹവും ഒപ്പം ബഹുമാനം, അവർ നമ്മളോളം വലുതായാൽ അവരെ നമ്മൾ ബഹുമാനിക്കാൻ കൂടി പഠിക്കണം. ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ അവരതിൽ നിന്ന് നേരിടാമെന്ന് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷേ എല്ലാവരുടെയും പോലെ മനസ്സിന് ബലം കിട്ടണില്ലല്ലോ അമ്മേ. ഒരു കാര്യം വരുമ്പോൾ അതിന് തൻ്റെ അടുത്തോടുകൂടി നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയണം, എൻ്റെ രവി, ഞാൻ ധൈര്യം ഉണ്ടായിട്ടാണ് ഈ വയസ്സാം കാലത്ത് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. നമ്മളൊരു കുഴിയിൽ വീണ ആ കുഴിയിൽ അകപ്പെട്ട് പോകാതെ രക്ഷപ്പെടേണ്ടത് നമ്മുടെ കടമയല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര തൻ്റെ അടുത്തോടുകൂടി പെരുമാറണം. നീയും അങ്ങനെ ആവണം. നിൻ്റെ മക്കൾക്ക് താങ്ങായിട്ട് നീ എപ്പോഴും ഉണ്ടാവണം. ഞാൻ ഇനി എത്ര കാലം എന്നൊന്നും അറിയില്ല, പക്ഷേ നീ അങ്ങനെയല്ല. നീ എപ്പോഴും നിൻ്റെ മക്കൾക്ക് താങ്ങായിട്ട് ഉണ്ടാവണം. നീ ഒരു നല്ല അച്ഛനായിട്ട് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ എനിക്കതിന് കഴിയും അമ്മയെ ചോദിക്കുകയാണ് രവീന്ദ്രൻ. പിന്നെന്താ, തീർച്ചയായും കഴിയൂടാന്ന് പറയുമ്പോൾ കലാവതിയെ ചേർത്ത് പിടിക്കുകയാണ് രവീന്ദ്രൻ. അങ്ങനെ ഒരു അമ്മയും മോനും തമ്മിലുള്ള ആത്മബന്ധമാണ് നമ്മളവിടെ കാണുന്നത്. സച്ചി രേവതിയും കൂടിയിട്ട് പിന്നീട് വന്നിട്ട് പൂമുഖത്തേക്ക് വരികയാണ്. സച്ചി രേവതിനെ കൊണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, പൂമുഖത്ത് വന്നിരുന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇന്നലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല അല്ലേ? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ മരുന്ന് കഴിക്കാൻ? നീ ഇന്നലെ മരുന്ന് കഴിച്ചോ? ഞാൻ ഒന്നും കഴിച്ചില്ല സച്ചിയേട്ടാ. ആദ്യം പറയും ഞാൻ ഭക്ഷണം കഴിച്ചു. നീ നുണ പറയല്ലേ, എനിക്കറിയാൻ പറ്റുമ്പോൾ എങ്ങനെ ഇറങ്ങും സച്ചേട്ട ഈ അവസ്ഥയിൽ ചെയ്യാത്ത തെറ്റിന് അവിടെ കിടക്കുമ്പോൾ, ലോക്കപ്പിൽ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഭക്ഷണം മരുന്നൊക്കെ കഴിക്കാൻ പറ്റും? എൻ്റെ മനസ്സിൽ സച്ചേട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞ് രേവതി കരയാണ്. അപ്പോൾ സച്ചി പറയാണ്, എൻ്റെ മനസ്സിൽ നീ തന്നെ ഉണ്ടായിരുന്നുള്ളൂ രേവതി. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല സച്ചേട്ടനറിയോ, കണ്ണടക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാനും ഉറങ്ങിയിട്ടില്ല രേവതി. കണ്ണടയ്ക്കുമ്പോൾ മുഴുവൻ നിൻ്റെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തായാലും ആൻ്റണീനെ പിടിച്ചല്ലോ, പക്ഷേ ആൻ്റണി പറഞ്ഞ് സത്യമെന്ന് അവർ വിശ്വസിച്ചു രേവതി. അതുകൊണ്ടാണല്ലോ എന്നെ പിടിച്ചുകൊണ്ടായത്. ആൻ്റണി ഒരു ക്രിമിനലാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല എന്ന് പറയാണ് സച്ചി. സച്ചിയേട്ടനെ അവർ ഒരുപാട് ഉപദ്രവിച്ചോ? അപ്പോൾ സച്ചിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാണ്. ഇപ്പോൾ സച്ചി പറയണേ, ഒന്നുമില്ല സച്ചേട്ടൻ നുണ പറയാം, എനിക്കറിയാം. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കാൻ സച്ചേട്ടൻ അറിയാലോ. അതുകൊണ്ട് സച്ചേട്ടൻ ഞാൻ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാവും. സത്യം പറ സച്ചേട്ടൻ അവർ ഇന്നലെ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്ത്. ഞാൻ ഒരു ക്രിമിനൽ കുറ്റത്തിനല്ലേ രേവതി എന്നെ കൊണ്ടുപോയി. ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്ത്, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനതൊന്നും നോക്കിയിട്ടില്ല. എൻ്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. അല്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർ തൊട്ട് തലോടാനൊന്നല്ലല്ലോ അവർ കൊണ്ടുപോകണത്. എന്തൊക്കെയോ ആരൊക്കെയോ ചെയ്തു, ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല പറയണം. അപ്പം നമുക്ക് എന്തായാലും ആൻ്റണിയെ വലിയൊരു കുറ്റത്തിന് ആൻ്റണിയെ പിടിച്ചേക്കണേ. ആൻ്റണി അടുത്ത കാലത്തൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല പറയാണ്. അപ്പോൾ രേവതി പറയണം, അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കുകയല്ലേ സച്ചേട്ടാ? അതെ, നമ്മൾ ഇന്നലെ ഒന്നും സമാധാനമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ, ഇന്ന് നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ രേവതി എന്ന് പറയാണ് സച്ചി. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി രേവതി, ഈ സമയദോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് പറയാണ് സച്ചി. അപ്പോൾ രേവതി പറയാൻ, എനിക്കൊരു കാര്യം മനസ്സിലായി സച്ചേട്ടനില്ലാത്തൊരു നിമിഷം പോലും എനിക്ക് പറ്റില്ല എന്ന്. അപ്പോൾ ഭയങ്കര വികാരത്തോടു കൂടി സച്ചി പറയണത്, എനിക്കിപ്പം മനസ്സിലായിട്ടുള്ള രേവതി, അത് ഞാൻ എത്രയോ കാലമായിട്ട് മനസ്സിലാക്കണത്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന്. സാരമില്ല, എല്ലാം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ല, നമുക്ക് കിടക്കാം രേവതി എന്ന് പറയണം സച്ചി. അപ്പോൾ രേവതി പറയണം, വേണ്ട, നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കാൻ. എനിക്ക് എൻ്റെ സച്ചിയേട്ടനെ കുറച്ച് നേരം കൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം പറയാണ് രേവതി. എന്നിട്ട് സച്ചിയുടെ കവിളിലൊക്കെ പിടിച്ച് തലോടുകയാണ്, സച്ചിയുടെ മുഖത്തൊക്കെ തഴുകുകയാണ്. അപ്പോൾ സച്ചി മെല്ലെ രേവതിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ സച്ചി രേവതിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അപ്പോൾ രേവതി അവൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. പിറ്റേ ദിവസം രാവിലെ കാറിൽ വന്ന് ഇറങ്ങുന്നത് ആരാന്നറിയാമോ? സച്ചി രേവതിയാണ്. രേവതിയുടെ കാലിലത്തെ പ്ലാസ്റ്റർ വെട്ടി സുഹൃത്തുക്കളെ. രേവതിയുടെ കാലത്ത് പ്ലാസ്റ്റർ വെട്ടിയിട്ട് സച്ചി രേവതി കൊണ്ട് വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ രേവതി കാലിൽ നിലത്ത് വയ്ക്കുമ്പോൾ സച്ചി പറയാണ്, അയ്യോ നിലത്ത് വയ്ക്കില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിലത്ത് വയ്ക്കരുതെന്ന്. എൻ്റെ സച്ചിയേട്ടാ, ഡോക്ടർ പറഞ്ഞത് പ്ലാസ്റ്റർ വെട്ടിയാലും കുറച്ച് ദിവസം കൂടി ഓടാതെയും ചാതാതെയും ഇരിക്കണം എന്നല്ലേ, നടക്കാതിരിക്കണം എന്നല്ലേ. പക്ഷേ ഇന്ന് ഡോക്ടർ പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ പറഞ്ഞത് ഇനി ഓടിച്ചാടി നടന്ന രേവതി ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഡോക്ടർക്ക് കുറച്ച് ദിവസം കൂടി അങ്ങനെ പറയായിരുന്നു. എങ്ങനെ, അപ്പോൾ എനിക്ക് നിന്നെ എടുത്ത് നടക്കാമല്ലോ, ഒന്ന് പോ സച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരകത്തേക്ക് വരികയാണ്. ഈ സമയത്ത് അച്ഛമ്മ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം തന്നെ പോകണോ അമ്മേ? ചന്ദ്ര വന്നിട്ട് പോയി. അപ്പോൾ ചോദിക്കുമ്പോൾ പറ്റില്ല, എൻ്റെ വീട്ടിലത്തെ ജോലികളൊക്കെ നീ നോക്കുമെന്ന് ചോദിച്ചിട്ട് രവീന്ദ്രനോട് സ്നേഹപൂർവ്വം ശാസിക്കുകയാണ്. ഈ സമയത്ത് രേവതി സച്ചിയും കൂടി അകത്തേക്ക് കയറി വരാണ്. അവിടെ വർഷയുണ്ട്, ശ്രീകാന്ത് ഉണ്ട്, അച്ചമ്മയുണ്ട്, രവീന്ദ്രനുണ്ട്. അപ്പോൾ രേവതിനെ കാണുമ്പോൾ അച്ഛമ്മ, അയ്യോ ഇതാരും വന്നേക്കണം, എൻ്റെ മോള് പ്ലാസ്റ്ററൊക്കെ വെട്ടി മിടുക്കിയായില്ലോ എന്ന് പറയാണ്.
ഡോക്ടർ എന്താ പറഞ്ഞത് മോളെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അച്ഛമ്മേ. അപ്പോൾ സച്ചി പറയും ഓടിച്ചാടി നടന്നോളാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛമ്മേ പറയണം. അപ്പോൾ രേവതി പറയണം അതിലൊരാൾക്ക് വിഷമമുണ്ട് അച്ഛമ്മേ, ഇനി എന്നെ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ വർഷ പറയാണ് സച്ചിയേട്ടാ അതിനിപ്പോൾ എന്താ, സച്ചിയേട്ടൻ്റെ വൈഫല്ലേ, എപ്പോൾ വേണമെങ്കിലും സച്ചിയേട്ടനെ രേവതി ചേച്ചി എടുത്ത് നടക്കാമല്ലോ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ രേവതിയുടെ പ്ലാസ്റ്റർ വെട്ടി. അപ്പോൾ രേവതിയോട് പറയണം പ്ലാസ്റ്റർ വെട്ടി എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം നീ ഇങ്ങനെ നിൽക്കേണ്ട മോളെ, വാ വന്ന് അടുത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ രേവതിനെ അടുത്ത് കൊടുന്ന് ഇരുത്താണ്. എന്നിട്ട് അപ്പോൾ രേവതി പറയണം ഈ ഒരു 6 ആഴ്ചക്കാലം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നിങ്ങളെല്ലാവരും എന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എന്ന പോലെയാണ് എന്നെ നോക്കിയത്. നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സ്നേഹം തന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത 6 ആഴ്ചകൾ അത് നടന്നു പോയി എന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മ പറയണം മോളെ, നീ ശരിക്കും ഈ കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി. നീ ഞങ്ങളെ സ്നേഹിച്ചതിൻ്റെ ഒരംശം പോലും ഞങ്ങൾ നിന്നെ സ്നേഹിച്ചിട്ടില്ല. നീ അത്രയും എല്ലാവരുടെയും കാര്യങ്ങളിൽ കെയറിങ് ആയിരുന്നു. നീ ശരിക്കും ഈ വീട്ടിലെ മരുമോളല്ലടി, ഞങ്ങളുടെ മോളാന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ രേവതിനെ ചേർത്ത് പിടിക്കുകയാണ്. ആ സമയത്ത് രവീന്ദ്രൻ പറയാണ് ശരിയാണ്, എല്ലാവരുടെയും കാര്യങ്ങൾ ഒരു മുടക്കില്ലാണ്ടാണ് നമ്മുടെ മോള് നോക്കിയത്. നീ ഒരു ഭാഗത്ത് കിടന്നപ്പോഴാണ് അച്ഛന് ഈ വീടിൻ്റെ താളം തെറ്റിയത് മനസ്സിലാവുന്നത്. നീ ഈ വീടിൻ്റെ ഒരു താളമായിരുന്നു. അമ്മ എപ്പോഴും പറയാറുണ്ട് വീട്ടിൽ കാര്യങ്ങൾ നോക്കണത് ഒരു താളത്തിലാണെന്ന്. ശരിക്കും നീ ഈ വീടിൻ്റെ താളമായിരുന്നു മോളെ. നീ ഒരു ഭാഗത്ത് കിടപ്പായപ്പോഴാണ് ഈ വീടിൻ്റെ താളം തെറ്റിയത് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞിട്ട് രേവതിയോട് ഇങ്ങനെ രവീന്ദ്രൻ വളരെ വികാരാധീനനായിട്ട് പറയാണ്. അങ്ങനെ രേവതി ഒരു പ്ലാസ്റ്ററൊക്കെ വെട്ടി എല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന സമയത്താണ് സുഹൃത്തുക്കളെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ വീണ്ടും നമ്മൾ റെക്കോർഡ് ഓൺ ചെയ്ത് പറയില്ലേ, അതുപോലെ വീണ്ടും റെക്കോർഡ് ഓൺ ചെയ്ത് പറയണോ. എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.